Hello all, welcome to English Kids. So, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് prepositions ആണ്. Prepositions എന്ന് പറഞ്ഞാൽ എന്താണ്? In, on, at അതൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, അതാണ് prepositions. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് prepositionലേക്ക് പോവാം. അതിനു മുമ്പ് preposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്ന് എൻ്റെ അടുത്ത് പറയണേ. Preposition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രിഡ്ജായിട്ട് സങ്കല്പിക്കുക. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തിനെ മറ്റൊരു സ്ഥലമായിട്ട് രണ്ട് ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് ബ്രിഡ്ജ്. ഓക്കെ, ഒരു പാലാണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സെന്റൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, നൗൺ, പ്രൊനൗൺ, പിന്നെ വരുന്നത് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. എന്താണ് നൗൺ, എന്താണ് പ്രൊനൗൺ എന്നൊക്കെ നമുക്ക് വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് നൗൺ എന്നൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. നെയിം, പ്ലേസ്, തിങ്, ആനിമൽ, ബേർഡ്, പിന്നെ അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി, ഷീ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ. അപ്പോൾ ഇതാണ് നൗൺ. സോ അപ്പോൾ നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിനെ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് എന്ത്? പ്രപ്പോസിഷൻ. അപ്പോൾ പ്രപ്പോസിഷന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തറോ ആയിട്ടുള്ള ഒരു നോളജ് എന്തായാലും കിട്ടും. ഓക്കെ, പ്രപ്പോസിഷൻ ഓഫ് ടൈം, പ്രപ്പോസിഷൻ ഓഫ് പ്ലേസ്, പ്രപ്പോസിഷൻ ഓഫ് മൂവ്മെന്റ്, 3 തരം പ്രപ്പോസിഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രപ്പോസിഷൻ ഓഫ് ടൈം ആണ്. പ്രപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ സമയം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, സോ പ്രപ്പോസിഷൻ ഓഫ് ടൈമിൽ ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക? ഇൻ, ഓൺ ആൻഡ് അറ്റ്. ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനറൽ ആയിട്ടാണ്, ഭയങ്കര ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഇന്നാണ് യൂസ് ചെയ്യുക. ഇനി എവിടെയൊക്കെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടോ, ക്വയറ്റ് ജനറൽ ആൻഡ് ക്വയറ്റ് സ്പെസിഫിക്, എങ്കിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഇനി ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നിടത്തൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യും? അറ്റ്. പ്രപ്പോസിഷൻ ഓഫ് ടൈമിൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 സന്ദർഭങ്ങളിലാണ്. ആ 5 സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പീരിയഡ്സ് ഓഫ് ടൈം. അതായത് ഒരു കാലഘട്ടം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഇൻ ദ പാസ്റ്റ്, ഇനി വരാൻ പോകുന്ന കാലം, അതായത് ഇൻ ദ ഫ്യൂച്ചർ, ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കണ ഇൻ ദ പ്രസന്റ്, അല്ലെങ്കിൽ ഇൻ ദ സെനാറിയോ, അല്ലെങ്കിൽ ഇൻ ദ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഇന്ന് ആദ്യം വരുന്നത് എവിടെയാണ്? പീരിയഡ് ഓഫ് ടൈം. പീരിയഡ് ഓഫ് ടൈം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. പിന്നെ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് ഓഫ് ഇയേഴ്സ്, അതായത് ഒരു വർഷങ്ങളുടെ ഒരു കൂട്ടം നമ്മൾ പറയുമ്പോൾ, ഇൻ ദി 1980s മൈ ഗ്രാൻഡ് ഫാദർ മൂവ് ടു കേരള. 1980കളിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ കേരളയിലോട്ട് മൂവ് ചെയ്തു. അതായത് 1980കൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇയേഴ്സ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ വാസ് ബോൺ ഇൻ ദി 19th century. 19th centuryയിലാണ് എൻ്റെ അമ്മൂമ്മ ജനിച്ചത്. 19th centuryയിൽ ഏത് വർഷം ഏത് സമയം എന്നൊന്നും പറയാനില്ല. ജനറൽ ആയിട്ട് 19th century എന്ന് മാത്രം പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇൻ ഉപയോഗിച്ചത്. തേർഡ് വൺ, സീസൺസ്. സീസൺസിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഇന്നാണ് കേട്ടോ യൂസ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇൻ സമ്മർ ഐ എം ഗോയിങ് ഫോർ ഹോളിഡേയ്സ്. സമ്മറിൽ ഞാൻ ഹോളിഡേയ്സിന് പോവാണ്. ഇൻ വിന്റർ, ഇൻ സ്പ്രിംഗ്, ഇൻ ഓട്ടം. ഫോർത്ത് വൺ, മന്ത്സ് ആൻഡ് വീക്സ്. മാസങ്ങളുടെ കണക്കും ആഴ്ചകളുടെ കണക്കും ഒക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇന്നാണ് കേട്ടോ യൂസ് ചെയ്യുക. ഇനി നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോവാം. ഇൻ ജൂലൈ, ഐ വാസ് ബോൺ ഇൻ ജൂലൈ. ഞാൻ ജൂലൈയിലാണ് ജനിച്ചത്. ഞാൻ ജനിച്ച സമയവും ദിവസവും ഒന്നും പറയുന്നില്ല, സ്പെസിഫിക് അല്ല, ജനറൽ ആയിട്ട് ഞാൻ ജൂലൈ മാസത്തിൽ ജനിച്ച ഒരാളാണ്, ഞാൻ ജൂലൈയിലാണ് ജനിച്ചതെന്നാണ് പറയണത്, ജനറൽ. അപ്പോൾ ഐ വാസ് ബോൺ ഇൻ ജൂലൈ. ഞാൻ ഇനി 2-3 ആഴ്ചയിൽ ലണ്ടനിലോട്ട് മൂവ് ചെയ്യും എന്നെങ്ങനെയാ പറയാ? അപ്പൊ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പറച്ചിലല്ലേ. ഏത് ആഴ്ചയാണ്, ഏത് ദിവസമാണ്, ഏത് ഡേറ്റ് ആണെന്നൊന്നും പറയാനില്ല. ഇൻ എ ഫ്യൂ വീക്സ് ഐ മൂവ് ടു ലണ്ടൻ. കണ്ട, അപ്പൊ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. പാർട്സ് ഓഫ് ദി ഡേ, ജനറൽ ആയിട്ട് നമ്മൾ ഒരു ദിവസത്തിന്റെ, അതായത് ഒരു ദിവസത്തിൽ ഏത് സമയമാണെന്ന് നമ്മൾ പറയണില്ല, പക്ഷെ ജനറൽ ആയിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇന്നാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദി ആഫ്റ്റർനൂൺ. ഫോർ എക്സാമ്പിൾ, ഐ യൂഷ്വലി ടേക്ക് എ നാപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺ. നാപ്പ് എന്ന് പറയുന്നത് ഉച്ചക്കലത്തെ ചെറിയ മയക്കത്തിനെയാണ് കേട്ടോ, NAP, നാപ്പ്. അപ്പം അത് ഓർത്ത് വെച്ചോ. ഇനി ഒരു എക്സെപ്ഷൻ ഉണ്ട്. നൈറ്റ് പറയുമ്പോൾ എപ്പോഴും അറ്റ് നൈറ്റ് എന്നാണ് പറയുക. ഐ വിൽ ടെക്സ്റ്റ് യു അറ്റ് നൈറ്റ്. നൈറ്റ് മാത്രം ഒരു എക്സെപ്ഷൻ ആണ് കേട്ടോ.
ഇനി നെക്സ്റ്റ് വൺ ഓൺ ആണ്. ഓൺ എന്ന് പറയുമ്പോൾ ഇന്നിനേക്കാളും കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. ഓക്കെ, ഡേറ്റ്സ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓൺ ആണ് പറയുക. ഓൺ ന്യൂ ഇയേഴ്സ് ഡേ, അതായത് ഏതൊക്കെ ഹോളിഡേസിന്റെ കൂടെ ഡേ വരുന്നുണ്ടോ അതിന്റെ തൊട്ട് മുന്നിലൊക്കെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഡേയ്സ് ഓഫ് ദ വീക്ക്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓൺ. ഓൺ സൺഡേ, on Monday I have class, on Tuesday I have to go outside. അതുപോലെ തന്നെ ഡേയ്സ് ഓഫ് ദ മന്ത് പറയുമ്പോഴും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് നേരത്തെ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഓൺ ജൂലൈ 2 എന്ന് പറഞ്ഞു, അവിടെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്തത്. ഇനി ഫസ്റ്റ് ഡേ ഓഫ് ജൂൺ, സെക്കൻഡ് ഡേ ഓഫ് മെയ്, അങ്ങനെ മന്ത്സ് ഓഫ് ദി ഡേ, ഒരു മാസത്തിലെ ദിവസം എന്ന് പറയുമ്പോഴും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഫിഫ്ത്ത് വൺ മിസ്സലേനിയസ്. ഫോർ എക്സാമ്പിൾ, ദാറ്റ്സ് എൻ എക്സെപ്ഷൻ. ഡിഡ് യു അറൈവ് ഓൺ ടൈം? നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയോ? അപ്പൊ ഞാൻ എന്ത് പറയും? യെസ്, ഐ അറൈവ്ഡ് ഓൺ ടൈം. ഞാൻ കറക്റ്റ് സമയത്ത് എത്തി. കറക്റ്റ് സമയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൺ ടൈം എന്നാണ് കേട്ടോ. അറ്റ്, ലാസ്റ്റ് വൺ. അപ്പോൾ അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റ് യൂസ് ചെയ്യുക എവിടേക്കാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. അറ്റ് 3 PM I have class. അറ്റ് 4 o'clock I'll have to leave. 4 മണിയാവുമ്പോൾ എനിക്ക് പോകണം. അറ്റ് 4 o'clock, കറക്റ്റ് 4 o'clockന് എന്ന് പറയുമ്പോൾ അറ്റ് 4 o'clock. ഈവനിങ്ങിൽ എന്ന് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇൻ ഉപയോഗിക്കും. ഇനി ഈവനിങ്ങിൽ ഒരു പർട്ടിക്കുലർ ടൈം 4 o'clock എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് 4 o'clock ഇൻ ദ ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരു കറക്റ്റ് ആയിട്ടൊരു സമയം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിലാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ അറ്റ് എവിടെയാണ് യൂസ് ചെയ്യുക? ഒരു ഹോളിഡേ വിത്തൗട്ട് ഡേ, ഒരു ഹോളിഡേന്റെ കൂടെ ഡേ എന്ന് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അറ്റ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഫോർ എക്സാമ്പിൾ, അറ്റ് ക്രിസ്മസ്, അറ്റ് ന്യൂ ഇയർ, അറ്റ് ഓണം, അറ്റ് ഈസ്റ്റർ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ക്രിസ്മസ് ഡേ എന്ന് വന്നു കഴിഞ്ഞാൽ ഓൺ ക്രിസ്മസ് ഡേ. ക്രിസ്മസ് മാത്രമാണെങ്കിൽ അറ്റ് ക്രിസ്മസ്. അപ്പോൾ ഏതൊക്കെ ഹോളിഡേന്റെ കൂടെ ഡേ വരുന്നുണ്ടോ അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കും. ഏതൊക്കെ ഹോളിഡേന്റെ കൂടെ നമ്മൾ ഡേ വരുന്നില്ല അവിടെയൊക്കെ നമ്മൾ അറ്റ് ഉപയോഗിക്കും. അറ്റ് ക്രിസ്മസ്, അറ്റ് ന്യൂ ഇയർ. പ്രപ്പോസിഷൻ ഓഫ് ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രപ്പോസിഷൻ ഓഫ് പ്ലേസ്, പ്രപ്പോസിഷൻ ഓഫ് മൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ക്ലാസ് 1, നെക്സ്റ്റ് ഇസ് ക്ലാസ് 2, ക്ലാസ് 3 ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ്, ക്ലാസ് 4 വിൽ ബി ദ ജനറൽ പ്രപ്പോസിഷൻസ് ക്ലാസ്. അപ്പൊ ഈ 4 ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രപ്പോസിഷന്റെ കാര്യത്തിൽ പിന്നെ ഒരു കൺഫ്യൂഷനും ഒരു മിസ്റ്റേക്കും വരില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.